ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലിനെയും തുടർന്ന് 22 ഹെക്ടർ കൃഷിനാശമാണ് ഉണ്ടായത്. 9 ഹെക്ടർ ഭൂമി പൂർണ്ണമായും ഒലിച്ചുപോയി. കൃഷിയിടം പൂർണ്ണമായി നഷ്ടപ്പെട്ട കർഷകർക്ക് ഹെക്ടറിന് 47,000 രൂപ വരെ ധനസഹായം നൽകുമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്കായിരിക്കും തുക നൽകുക. പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന കർഷകർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം നൽകുമെന്നും സ്ഥലം നഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ഥലമുടമയ്ക്കും നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷിവകുപ്പ് അറിയിച്ചു. എന്നാൽ ദുരിതബാധിതർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്നും ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നവകേരള സെസിൽ കൃഷിവകുപ്പ് മന്ത്രിക്ക് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിവേദനം നൽകി. കഴിഞ്ഞ തവണയുണ്ടായ വ്യാപകമായ ഉരുൾപൊട്ടലിൽ പേത്തട്ടി പ്രദേശങ്ങളിലടക്കം നിരവധി കർഷകരുടെ ഒട്ടേറെ സ്ഥലങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 50 ഹെക്ടറോളം വരുന്ന സ്ഥലമാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്നത് ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ 60,000 രൂപ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഹെക്ടറിന് 25,000 രൂപ വീതമാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് നഷ്ടപരിഹാരമായി കൊടുക്കാൻ കഴിയുക. ആ നഷ്ടപരിഹാരം കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് ഒന്നും തന്നെ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് പഞ്ചായത്തിൻ്റെ റെസൊല്യൂഷൻ അടക്കം വെച്ചുകൊണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പേത്തൊട്ടിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം ബന്ധപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തും പേതോട്ടി നിവാസികളും. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.